ഹൈ ഗൈസ് ടിൻസിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. നമുക്ക് വേഗം വീഡിയോ പോവാം. ഇന്ന് രാവിലെ ഒന്ന് വൈകിട്ടാണ് നീച്ച് നോമ്പൊക്കെ അല്ലേ, അമ്പലത്തേക്ക് വന്നില്ല. വന്നപ്പോൾ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. അമ്മ വെള്ളം കൊടുത്തപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല വീഡിയോസ് കഴിക്കണം. നാഗ ചാണകത്തിൽ കുളിച്ച് കിടക്കുക. ഇപ്പം ഒന്ന് നന്നായി കുളിപ്പിക്കേണ്ടി വരും. ആ കയറും കൂടി ചാണകത്തിട്ടൊക്കെ ഇനി ഈ വട്ടക്കയർ പിടിച്ച് കൊണ്ടുപോയി കെട്ടേണ്ടി വരും. അതും കൂടി ഒന്ന് പെൻസിക്കുന്നത് കാലും കൂടി കയറിയിട്ട് നമ്മൾ വളപ്പിലേ കുറേ ചെഞ്ചികൾ വെച്ചേക്കണു. അന്ന് കാണിച്ച വീഡിയോത്തെ പോലല്ല, ഇന്ന് കുറേ ഉണ്ടായിക്കണു. കുറേ പുടികളിട്ട് വാഴ വെച്ച് കുറേ ചെഞ്ചിലാക്കി. അപ്പോൾ നമ്മൾ സപ്പോർട്ടിൻ്റെ ഇത് നമ്മൾ വെച്ചത് പറയുന്നത് ഇവിടെ തൊഴുത്ത് തടകിട്ടാ എന്നിട്ട് കരുതി വെച്ചതല്ല. അപ്പോഴാണ് തൊഴുത്ത് ഇവിടെ പണിയുന്നത്. ഇതൊക്കെ തൊഴുത്ത് ഇത് പണിതപ്പോൾ ഇപ്പോൾ തൊഴുത്തിനൊരു തണലായി. പക്ഷേ കുഴപ്പമില്ലാതെ ഇവിടെ കുഴപ്പമില്ലാതെ ഞാൻ നിൽക്കുന്നത്. ഇത് മുറിച്ച് കളയാൻ പറഞ്ഞതാ. അപ്പം ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഇപ്പം കായ്ക്കണമൊക്കെ ഉണ്ട്. സീസൺ കഴിഞ്ഞൊക്കെ സീസൺ ഇനി വരും. അങ്ങനെ വരികയാണെങ്കിൽ അവർ ചേഞ്ച് വരുത്തില്ല പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം പിടിച്ചിട്ട് അത് കൂടെ ഇങ്ങനെ കീറിയിട്ടിറങ്ങി. ഇവിടെ ഒരു കാര്യം പിടിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഇവിടുന്ന് ഈ തെങ്ങിനൊക്കെ തിരിച്ചു വെച്ചാൽ മതി. ബാക്കി എല്ലാം കിട്ടിക്കോളും വെള്ളം. ഇത് കൂടെ കാണിച്ചൊക്കെ ഇത് പട്ടണ തെയ്യ കേട്ടോ. ഇത് പട്ടണ തെയ്യാണ്. വെറ്റിലൊക്കെ നമ്മൾ കാണിച്ചാൽ ഇത് വെറ്റിലയുടെ തെയ്യ്. ഇതൊക്കെ മുറിച്ചാണ് കേട്ടോ. അത് കളക്കട്ട ടൈമിൽ ഇത് അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പുറത്ത് വേറൊരു ഇത് വേണം. നേരെ കറ്റത് കടർന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇവിടെ വാഴ വെച്ചിട്ട് ഇവിടെ ഒരു വാഴ വെച്ചത്. ഇതിൻ്റെ അടിയിൽ വേറെ വാഴ, അത് ഇത്ര ഇടാതുണ്ട്. ഈ വാഴ എടുക്കും ആ വാഴ ലൈന് പൂമ്പ പതക്കും. ഞാൻ 2 ദിവസമായിക്കോട്ട് കയറിയിട്ട്. അടുത്തത് പറയുകയാണെങ്കിൽ അവിടെ വാഴകളാണ്. വാഴകൾ ഞാൻ അറിയില്ല, കുറേ വാഴകൾ വെച്ചിട്ടുണ്ട്. ഇത്ര വാഴകൾ ഉണ്ടായിരുന്നില്ല. ആ ഇതിൻ്റെ ഇടയിൽ കുരുമുളക് വെച്ചിട്ട് കുരുമുളക് വെച്ചിട്ടാണ് ഇതൊക്കെ കെട്ടി കൊടുക്കണം. കെട്ടി കൊടുത്തില്ലെങ്കിൽ ഒക്കെ പാടെ നിലത്ത് പടക്കും. അപ്പത്തിന് നമുക്ക് കോവലുള്ള ഇതായിട്ട് കിട്ടും. ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല, ഉണ്ടാകുന്ന പ്രതീക്ഷിക്കും. ഇത്രയും വളർപ്പത് ചാണകമൊക്കെ ഇടുമ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് ചാണകം ചാരമൊക്കെ ഇട്ട് കൊടുത്ത് അത് കുഴപ്പമില്ലാതെ വളർന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പുറത്തേക്ക് അത് പറഞ്ഞ കഴിക്കില്ലേ, അതിന് തടക്കം പോയിക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെയൊക്കെ തടമിട്ട് കൊടുത്തു. അത് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതൊക്കെ വീട് തുടങ്ങിയപ്പോൾ കിട്ടും. ഒക്കെ ഈ ചിലപ്പോൾ പൊടിച്ച് വരും. ഇത് തുടങ്ങിയപ്പോൾ ഈ ഇത് പുറത്തുള്ള തുടങ്ങിയിട്ടില്ല. ഇപ്പുറത്തേക്ക് വലിയൊരു കുഴി ഇട്ടതാ മീൻ കുളത്തിൽ. ഇപ്പുറത്തോട് ഇട്ടു വലിയൊരു മഴവെള്ളം ഇതാക്കി വെക്കാൻ വേണ്ടിയിട്ടു മീനിനെ കുളക്കാൻ വേണ്ടിയിട്ടു ചെറിയൊരു കുഴി എടുത്തതാ. ചെറുതായി പറയുമ്പോൾ ഒത്തിരി വലുതായി പോയിരുന്ന കൂടി. ഇത് ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ ഇതിന് തടം പൊട്ടിയിട്ട് ഇതൊക്കെ വെള്ളം വരികയായിരുന്നു. അവസാനം ഞങ്ങൾ കുറേ മണ്ണ് കുഴച്ചിട്ട് ഇവിടെ വെച്ചെടുത്തു. ഇതുണ്ടോ വെച്ചെടുത്തു. അപ്പോൾ വെള്ളം നനച്ചിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ നോക്ക് ഇങ്ങനെ കുണ്ട് പോലെയുണ്ട്. അത് ഇവിടെ മണ്ണ് ഇളക്കിയിട്ട് ഉറപ്പില്ലാത്ത മണ്ണായുണ്ട്. അത് പിന്നെ അങ്ങനെ ഉറച്ചോളും. അപ്പോൾ ഈ മാവ് ഉണ്ടോ ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ട് എൻ്റെ വിചാരം.
ഇത് പൂത്ത് തുടങ്ങിയേക്കും. പൂത്ത് തുടങ്ങിയിട്ട് ഇപ്പം നനയ്ക്കാൻ നടക്കും. അതപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാൻ ഇതാക്കി അയ്യ മാങ്ങ. ഇതൊന്ന് ചാണകം ഇട്ട ആള്, ചാണകം ഇട്ട് പറഞ്ഞില്ലേ, അന്ന് ഇട്ട ആള്. അതിട്ടപ്പോൾ കുറേ നനച്ചു. ഇത് മേലെ കിടന്നിട്ട് ഉണങ്ങിയതൊന്നും ഇതായില്ല, താങ്ങില്ല. അപ്പോൾ അതൊക്കെ കിടന്നോട്ടെ കുതിർന്ന് ഇതിനിടയിൽ കുറേ പയറിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെടി പോലത്തെ പയറാണ്. ഇതൊക്കെ പയറാ. ഇത് ഇപ്പുറത്തിന് അതിൽ കുഴിമുളക് വെച്ചിട്ടൊക്കെ അതിൻ്റെ അപ്പുറത്തെ വെച്ചിട്ട് അവിടെ ഒരു വാഴ വെച്ചിട്ട് കേട്ടോ. ആ വാഴ വെച്ചെന്ന് പറയുന്നത് ഇവിടെ ഈ കുഴിയിലൊന്നുമില്ല കിടക്കുക. ഈ പരിസരത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞു എവിടുന്നോ കിട്ടിയപ്പോൾ കൊണ്ടു വെച്ചതാ. അങ്ങനെ കൊണ്ട് വരികയാണെങ്കിൽ ഇപ്പുറത്തൊരു കുറ്റിയുണ്ട്. അതിപ്പം വാൾവ തിരിച്ചാൽ മതി, വെള്ളം വേസ്റ്റ് ആവില്ല കേട്ടോ. ഈ കുറ്റി ഇത് പിടിക്കുന്ന വെള്ളം ഇത് അതെ. ഈ വൈദ്യുതി തല അതായിരിക്കും. ഇത് തല ഈ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇതാ ഒരു മാവ് ഉണങ്ങി വെക്കുന്നുണ്ട്. ആ മാവ് കായ്ച്ചെന്നാണ് പെട്ടെന്ന് ഉണങ്ങിപ്പോയി, എന്താ അറിയില്ല. അപ്പുറത്ത് നമ്മുടെ മഞ്ഞളും കൂവൊക്കെ പന്നികളും ഒരൊറ്റെണ്ണല്ല ഒക്കെ കുത്തിമാന്തിക്കൊണ്ടായി. അപ്പോൾ മഞ്ഞളും ഉണ്ട് അതിൻ്റെ. മഞ്ഞൾ മാത്രം ഈ വേനലാകുമ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ അത് പറിക്കേണ്ട സീസണാവും. അപ്പോൾ ആയി തുടങ്ങിയേക്കുള്ളൂ കുറച്ചൊക്കെ. ഇതാണ് നമ്മൾ വേറെയും കുറേ വാഴ വെച്ചത്. അതിനിടയിൽ മണ്ണിനെ സംശയമുണ്ട്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് വെച്ചപ്പോൾ ആയതാ. അതിൻ്റെ ഇടയിൽ വാഴ വെച്ചത് ഇവിടെ 2 വാഴ വെച്ച് കിഴിയിലും അവിടെ 2 വാഴ വെച്ച് കിഴിയും. ആ 30 മീറ്റർ തേക്ക് വെച്ചിട്ട് ഇനി അപ്പുറത്തൊക്കെ തേക്കുകൾ കുറേ മുറിച്ച് വന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തെങ്ങ് മുളച്ചതാട്ടോ. മുളച്ചപ്പോൾ ഇവിടെ വെച്ച് പറിച്ചിട്ട് കുറേ ഞാനും ഇവരും കൂടി എറിഞ്ഞിട്ട് കൊണ്ടുപോയി പൈക്കുട്ടിക്ക് ഇട്ടുകൊടുത്താണ്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ പുല്ലുണ്ടാവുക. നമ്മൾ ഈ കഴിക്കുന്ന പുല്ലുണ്ടാവും. ഒക്കെ ഞങ്ങൾ എരിഞ്ഞ് കുട ഇട്ടുകൊടുത്തതാണ്. ഞങ്ങൾ തിന്നിട്ടുണ്ടപ്പോൾ കുറേ ഒരു അരച്ചാക്കൊക്കെ കുട എറിഞ്ഞിട്ടുകൊടുത്തു. അതിൻ്റെ ഇടയിൽ അന്ന് മുറിച്ചത്തേക്കുള്ള ഇടയിൽ തേക്കത് അതിലൊക്കെ ഇതോട്ടോ നല്ല ഇത് മമ്മക്ക് അറിയുള്ളൂ. അപ്പോൾ മമ്മ മുറിച്ചിട്ട് വെക്കാൻ പറഞ്ഞേക്കുക. അവൾക്ക് അതിൻ്റെ ഇടയിലായിട്ട് ഒരു ഇതുണ്ട്, കഴുകുതൈക്ക് കറക്റ്റ് തടർക്കുക. ഈ പരിചെടുക്കുക തടർ. ഇത് കല്ല് ഇഷ്ടപ്പെട്ടു തടം. ഇതാണെങ്കിൽ പൊന്തിയിട്ടുമല്ല, വലിയ കാർജിന് പൊന്തിയിട്ടുമല്ല, താഴോട്ടേക്ക് പിടിയില്ല. നല്ല തടുവാണ്. അപ്പുറത്തെ ഇത് നാടൻ തയ്യ കേട്ടോ. മറ്റൊക്കെ ഉള്ള തയ്യ മറ്റേ ഒരു ഇതൊക്കെ പറയാം. ഇത് നാടൻ തയ്യ. ഇത് ഞങ്ങൾ ഇത് ഇവിടെ അടുത്തൊരു വളപ്പിലുണ്ടായിട്ട് കഴുകുതൊടിയിലുണ്ടായിട്ട് അവിടുന്ന് പറിച്ചു കൊടുത്ത് വെച്ചതാണിത്. അതിന് തടക്ക് പോയിക്കോ, ഒക്കെ വലിയ പെട്ടി കൊടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്തൊരു കഴുകുതയ്ക്കിട്ട് അവിടെ കഴുകുതയ്ക്കിട്ട് നനച്ചപ്പോൾ പയർ ഒന്ന് വളഞ്ഞു കേട്ടോ.
ഇവിടെയൊക്കെ ഇതായിക്കണു പയറിക്കണു. ഇടയിൽ കൂടെ ഒരു പയറും കൊള്ളിയും ചീനിയും ഒക്കെ നടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പുകാരൊക്കെ ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ അത് മാത്രമല്ല 3 ദിവസം പണിക്കാരെയും വിളിച്ചു 2 ആള്. ഇതിലൊരു കുഴിയുണ്ട്, വാഴ കിട്ടുന്നുണ്ട്, അതിലൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പുറത്തൊരു തേക്കിൻ്റെ ഇതാണ് കേട്ടോ, അതൊക്കെ ഇതാക്കി കാണും. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടൊരു സംഭവം കേട്ടോ, അതാണ് നമ്മൾ 2ാമത്തെ വീഡിയോക്ക് ഇരിക്കുന്നത്. ഒരു തക്കാളി തൈ ഉണ്ട്, നമുക്ക് കുറച്ച് തൈക്കൾ കിട്ടിയായിരുന്നു. തൈക്കൾ കിട്ടിയതിൽ വഴുതന, കൊത്തമര, മുളകൊക്കെ ചെറുതായി കായ് തുടങ്ങിയിരിക്കുന്നത്. വെള്ളം കൊടുക്കാൻ പ്രായമായിട്ടില്ല. ഇതൊക്കെ കേട്ടോ സംഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി മുളകില്ലേ, ചീനമുളക്, അതിൻ്റെ ഇത് പാവിയായിരുന്നു. അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഒരു വിധം മുളച്ചുണ്ട്. മുളച്ചിട്ടെ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞത് ഇത് ചെന്തകിൻ്റെ തയ്യാൻ എനിക്ക് സംശയം. ചെന്തകിനെ പോയില്ല. ഇതാണ് ഇവിടുത്തെ മാവ്. 10-12 കൊല്ലം എത്തി, എന്നിട്ട് ഇതുവരെയൊക്കെ കുടുങ്ങാൻ. അതിൻ്റെ ഇടയിൽ ഉമ്മമാരെ കലാപരിപാടികളൊക്കെ വെണ്ട കുത്തിട്ടൊക്കെ ഇതൊക്കെ അത് കുഴപ്പമില്ല. വളരുന്നുണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ കൂടെ കുത്തിയിട്ടൊക്കെ അതെ ഇഞ്ചിയാണ് ഇതൊക്കെ. ഇഞ്ചി വേനൽക്കാലത്തിൻ്റെ വിളവെടുக்க പ്രായമാകുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് കുത്തി പാന്തി എടുക്കുക. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ക്യാമറമാൻ നബീലിനോടൊപ്പം സൈനിങ് ഔട്ട്.